നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രംപിന്റെ വിജയത്തിനായി പരിശ്രമിച്ച ഇന്ത്യക്കാർക്ക് ട്രംപ് തന്നെ പണി നൽകി. അവസാനം യുഎസിൽ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടിയായി. ട്രംപിന്റെ ഉത്തരവ് നടപ്പിലാക്കാനുള്ള നീക്കം സിയാറ്റിലിലെ ഫെഡറൽ ജഡ്ജ് താൽക്കാലികമായി തടഞ്ഞു. 14 ദിവസത്തേക്ക് തുടർ നടപടികൾ സ്റ്റേ ചെയ്തു. ഉത്തരവ് നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്ന് ജഡ്ജ് ജോൺ കോഹ്നോർ പറഞ്ഞു. വാഷിംഗ്ടൺ, അരിസോണ, ഇലിനോയിസ്, ഒറിഗോൺ എന്നീ 4 സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം പരിഗണിച്ച കേസിലാണ് ട്രംപിന്റെ ഉത്തരവിന് താൽക്കാലിക സ്റ്റേ അനുവദിച്ചത്. യുഎസ് മണ്ണിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൗരത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ 14ാം ഭേദഗതിയുടെ നഗ്നമായ ലംഘനമാണ് ഉത്തരവെന്ന് വാദിച്ചാണ് ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങൾ താൽക്കാലിക നിയന്ത്രണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. ട്രംപ് അധികാരമേറ്റതിനു പിന്നാലെയാണ് ജന്മാവകാശ പൗരത്വം ഒഴിവാക്കുന്ന ഉത്തരവിൽ ഒപ്പുവെച്ചത്. പുതിയ ഉത്തരവ് അനുസരിച്ച് മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും പൗരത്വമോ ഗ്രീൻ കാർഡോ ഇല്ലെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞിന് യുഎസിൽ പൗരത്വം കിട്ടില്ല. നിയമവിരുദ്ധമായി യുഎസിൽ കഴിയുന്നവരുടെയും തൽക്കാലത്തേക്ക് വരുന്നവരുടെയും മക്കൾ യുഎസിന്റെ അധികാര പരിധിയിൽ വരില്ലെന്ന് വ്യാഖ്യാനിച്ചാണ് ഉത്തരവ്. ജന്മാവകാശ പൗരത്വം റദ്ദാക്കാനുള്ള യുഎസ് പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനം ഏറെ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. ഉത്തരവിനെതിരെ അമേരിക്കൻ സംസ്ഥാനങ്ങൾ നിയമ നടപടിക്ക് ഒരുങ്ങുന്നതിനിടെ യുഎസ് പൗരത്വം ഉറപ്പാക്കാനുള്ള മറ്റു വഴികൾ തേടുകയാണ് ഒരു വിഭാഗം. ഫെബ്രുവരി 20 എന്ന സമയപരിധി ട്രംപ് മുന്നോട്ട് വെച്ചതോടെ ഈ തീയതിക്ക് മുൻപ് സിസേറിയനിലൂടെ പ്രസവിക്കാനുള്ള ഇന്ത്യൻ വനിതകളുടെ ആവശ്യം വർദ്ധിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാസം തികയുന്നതിന് മുൻപേ സിസേറിയനിലൂടെ പ്രസവിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യക്കാരായ നിരവധി പേർ തന്നെ സമീപിച്ചുവെന്ന് ന്യൂജേഴ്സിയിലെ മെറ്റേണിറ്റി ക്ലിനിക്കിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ SD രാമ പറഞ്ഞു. മാർച്ചിൽ ഡേറ്റ് പറഞ്ഞിരിക്കുന്ന യുവതി ഭർത്താവിനൊപ്പം കഴിഞ്ഞ ദിവസം തന്നെ കാണാനെത്തിയിരുന്നു. നേരത്തെ പ്രസവിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. സമാന ആവശ്യവുമായി ഒട്ടേറെ ദമ്പതിമാർ തന്നെ സമീപിച്ചുവെന്ന് ടെക്സസിലെ ആശുപത്രിയിലെ ഡോക്ടറും പ്രതികരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രസവം നേരത്തെയാക്കുന്നതിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചും ഡോക്ടർമാർ ഇവരോട് വിശദീകരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ആന്തരികാവയവങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടാവില്ലെന്ന് മാത്രമല്ല, നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഗുരുതര തകരാറുകൾ വരെ കുഞ്ഞുങ്ങൾക്കുണ്ടായേക്കാമെന്നാണ് മുന്നറിയിപ്പ് നൽകിയത്. അമ്മയുടെ ആരോഗ്യത്തെയും ഇത് ബാധിക്കുമെന്ന് ഡോക്ടർമാർ ഇവരോട് പറയുന്നുണ്ട്. 2 ദിവസം കൊണ്ട് 20-ലേറെ ദമ്പതിമാരോട് ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുവെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. യുഎസിൽ ജനിച്ച ഏതൊരാൾക്കും അമേരിക്കൻ പൗരത്വം കിട്ടുന്നത് ഭരണഘടനയുടെ 14ാം ഭേദഗതി പ്രകാരമാണ്. ട്രംപിന്റെ ഉത്തരവ് പ്രകാരം നിയമവിരുദ്ധമായും താൽക്കാലിക തൊഴിൽ വിസ, വിദ്യാർത്ഥി വിനോദസഞ്ചാര വിസകൾ എന്നിവയിലും യുഎസിലെത്തിയവർ ജന്മം നൽകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇനിമേൽ അവിടെ പൗരത്വം അവകാശമായി കിട്ടില്ല എന്നാണ്. മാതാപിതാക്കളിൽ ഒരാൾക്ക് യുഎസ് പൗരത്വമോ ഗ്രീൻ കാർഡോ ഉണ്ടാകണം, അല്ലെങ്കിൽ യുഎസ് സൈന്യത്തിൽ അംഗമായിരിക്കണം തുടങ്ങിയ നിബന്ധനകളാണ് ജന്മാവകാശ പൗരത്വത്തിന് ട്രംപ് വയ്ക്കുന്നത്. ഫെബ്രുവരി 20 ശേഷമാണ് ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നത്. യുഎസിന്റെ H-1B വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യക്കാരാണ്. ട്രംപിന്റെ തീരുമാനത്തിനെതിരെ ഇന്ത്യൻ സമൂഹം വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. സ്റ്റേ വന്നതോടെ താൽക്കാലിക ആശ്വാസമാണെങ്കിലും ട്രംപ് ആയതിനാൽ ഏതറ്റം വരെയും പോകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.